ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 25 സെൻറ്റ് സ്ഥലം കേട്ടോ. നല്ല അടിപൊളി പറമ്പാണ്. 2 തൊടി പറമ്പുണ്ട്. റോഡൊന്ന് വൃത്തിയാവാനുണ്ട്. ഈ കാണുന്ന സ്ഥലമാണ്. 25 സെൻറ്റ് സ്ഥലമുണ്ട്. വില 1.40 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിളാണ്. വന്നിരുന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം വില കുറച്ച് വാങ്ങിത്തരാം. 1.40 കേട്ടോ ചോദിക്കുന്നത്. ഈ കാണുന്ന ഒരു തൊടി, അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട താഴത്തുള്ള ഒരു പറമ്പ്, മൊത്തം 2 തൊടിയാണുള്ളത്. 25 സെൻറ്റ് സ്ഥലം. മുകളിൽ ഏകദേശം ഈ സൈഡൊക്കെ മണ്ണൊക്കെ എടുത്ത് വൃത്തിയാക്കിയാണ്. ഇവിടെ നമുക്ക് തെങ്ങ് ഒരു 3-4 തെങ്ങ് ഇവിടെ തന്നെ കാണാണ്ട്. ഈ മാവ് പ്ലാവൊക്കെ ഇതിൽ പെടും. അതുപോലെ തന്നെ താഴത്തെ തൊടി കാണിച്ചാൽ കേട്ടോ. ഇല്ല, താഴത്ത് നല്ല അടിപൊളി പറമ്പാണ്. അത്യാവശ്യം നല്ല തെങ്ങും പ്ലാവൊക്കെ ഉള്ള നല്ല അടിപൊളി പറമ്പാണ്. അല്ലേ, ഇതിന് വില ചോദിക്കുന്നത് 1.40 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിളാണ്. നമ്മൾ അരവന്നൂർ, കോഴിക്കോട് അരവന്നൂർ പറഞ്ഞ സ്ഥലത്തുനിന്ന് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു കുറച്ച് ദൂരം ഉള്ളോട്ട് വന്നിട്ടാട്ടോ ഈ സ്ഥലമുള്ളത്. കുറച്ചൊന്ന് ഉള്ളോട്ട് വരാണ്ട് നല്ല അടിപൊളി പറമ്പാട്ടോ. വാങ്ങിയിടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങിയിട്ടുള്ളൂ. കാരണം നിലവിലിപ്പോൾ റോഡ് മണ്ണിട്ട റോഡാണ്. ഈ റോഡൊക്കെ താർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റേറ്റൊക്കെ മാറി. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ലേശം ഉള്ളോട്ട് വരാനുണ്ട്. ഇപ്പം റോഡൊക്കെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ 8 ഫൂട്ട് നല്ല വലുപ്പമുള്ള റോഡ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫൈൻഡർ മാട്രിമോണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡർ ലോൺസ് ഉണ്ട്. ലോൺസിൽ നിങ്ങൾക്ക് വീടൊക്കെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫൈൻഡർ മാട്രിമോണിയിൽ നിങ്ങൾ വിവാഹമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ ഇറങ്ങുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഫൈൻഡർ ഒന്ന് അടിച്ചാൽ കിട്ടും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.